ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഡെർമറ്റോളജിസ്റ്റിനെ കാണുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഹെയർ ഫോൾ, മുടി കൊഴിച്ചിൽ. ഇതാണ് ഇപ്പോഴത്തെ മേജർ പ്രോബ്ലം. അതിൽ ഏജ് വ്യത്യാസമില്ല, സെക്സ് വ്യത്യാസമില്ല. ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ചിൽഡ്രൻ ആയാലും മുതിർന്നവരായാലും റൈറ്റ് ഫ്രം 10 years തൊട്ട് 60 years അല്ലെങ്കിൽ 70 years വരെ എല്ലാവർക്കും ഒരു പ്രോബ്ലം ഉണ്ട്, ഹെയർ ഫോൾ. എന്തുകൊണ്ടാണ് ഇത് ഇത്രയും കൂടുതൽ ഇപ്പം നമ്മൾ അനുഭവപ്പെടുന്നത്? അതിന് ഒത്തിരി കാരണങ്ങളുണ്ട്. അത് കൂടുതലും നമ്മുടെ ഫുഡ് ഹാബിറ്റ്സും നമ്മുടെ ലൈഫ് സ്റ്റൈലും സ്ട്രെസ്സും ആണ് മേജർ കാരണം. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് പ്രതിരോധിക്കാം, എങ്ങനെ കൺട്രോൾ ചെയ്യാം, എങ്ങനെ നമുക്ക് നമ്മുടെ മുടിയെ നിലനിർത്താം? കാരണം എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടല്ലോ, എനിക്ക് നല്ല മുടി വേണം, നല്ല ഒരു അഴകായിട്ടിരിക്കണം. എവ്രി വൺ ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും നമുക്കൊരു മുടി എന്ന് പറഞ്ഞൊരു ഇതാണ്. അത് പോകുമ്പോൾ തന്നെ എല്ലാവർക്കും സ്വാഭാവികമായിട്ട് ഒരു ടെൻഷനും അതിനൊരു സ്ട്രെസ്സും ഉണ്ടാവുകയാണ്. പലരും വരുന്നുണ്ട്, ഡോക്ടർ ഇപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ സ്ട്രെസ്സ് എൻ്റെ മുടി പോകുന്നു എന്നുള്ളത്. അപ്പോൾ ഇതിനെ എങ്ങനെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം? ഓക്കെ, അപ്പോൾ ആദ്യത്തെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഹെയർ ഫോൾ സ്റ്റോപ്പ് ചെയ്യുന്നത്. ഒത്തിരി കാരണങ്ങൾ കണ്ടുപിടിച്ച് ആദ്യം ചെയ്യുന്നത് ഹെയർ ഫോൾ എത്രയും പെട്ടെന്ന് നമുക്ക് സ്റ്റോപ്പ് ചെയ്യണം. നമ്മൾ കുറച്ച് ഗ്രോത്തിന് വേണ്ടിയിട്ട് കുറേ ട്രീറ്റ്മെൻറ്റും ലോഷൻസും ഇതൊക്കെ ഇട്ടിട്ട് കാര്യമില്ല. കാരണം ആദ്യം നമുക്ക് ഹെയർ ഫോൾ സ്റ്റോപ്പ് ചെയ്യണം. കാരണം ഉള്ള മുടിയെ നമുക്ക് നിലനിർത്തണം. അത് പൊയ്ക്കൊണ്ടിരിക്കുക, എത്രയും പെട്ടെന്ന് നമുക്കത് നിലനിർത്തണം. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഗ്രോത്തിന്. ഓക്കെ, അതിന് മെഡിക്കേഷൻസ് ഉണ്ട്, ഒത്തിരി ട്രീറ്റ്മെൻറ്റ്സും ഉണ്ട്. അപ്പോൾ ഒന്ന് നമുക്ക് ഹെയർ ഫോൾ സ്റ്റോപ്പ് ചെയ്യണം, ഒന്ന് കണ്ടുപിടിക്കണം ഇത് എന്തുകൊണ്ടാണ് മുടി പോകുന്നത്. സാധാരണ രീതിയിൽ ഇപ്പോൾ നമ്മുടെ അടുത്ത് പേഷ്യൻസ് വരുന്നു, ഡോക്ടറെ എനിക്ക് ഭയങ്കര ഹെയർ ഫോളാണ്. അപ്പോൾ എത്ര നാളായി ഹെയർ ഫോൾ? അത് 3 months, ചിലപ്പോൾ 6 months, 1 year. അപ്പോൾ ഒരു കാരണമില്ലാതെ ഹെയർ ഫോൾ പോകത്തില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു കാരണം കാണും, ഡെഫിനറ്റ്ലി ഒരു കാരണം കാണാതെ പോകത്തില്ല. നമുക്ക് പെട്ടെന്ന് ഒരു ദിവസം രാവിലെ എണീക്കുമ്പോൾ കുറേ മുടി പോകുന്നു, അപ്പോൾ അതിന് എന്തെങ്കിലും കാരണം കാണും. അപ്പോൾ ആദ്യം നമുക്ക് ആ കാരണങ്ങൾ കണ്ടുപിടിക്കണം, അതിനെ കറക്റ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ഹെയർ ഫോൾ നിർത്താനും ഇത് പ്രോഗ്രസ് ചെയ്യാനും സാധിക്കത്തുള്ളൂ. അപ്പോൾ കാരണങ്ങൾ എന്താണ് ഞാൻ ചുരുക്കത്തിൽ പറയാം. ഒത്തിരി കാരണങ്ങളുണ്ട്. അപ്പോൾ ദ ഫസ്റ്റ് കോസ് ഇസ് സ്ട്രെസ്സ്. സ്ട്രെസ് എന്ന് പറയുമ്പോഴത്തേന് ഫിസിക്കൽ ഓർ മെൻ്റൽ സ്ട്രെസ്സാണ്. ഫിസിക്കൽ സ്ട്രെസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കൊരു വെയിറ്റ് ലോസ്, ഡയറ്റിങ്, ബോഡി വീക്കായി കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് മുടി വരും. പിന്നെ ഫീവർ, ഇപ്പോൾ നമുക്കൊരു ഡെങ്കു വന്നാലോ ഒരു 10 days ഫീവർ ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് 2 months കഴിയുമ്പോൾ ഹെയർ ഫോൾ പോകും. ഡയറ്റിങ് ഒരു മോർ ദാൻ 3 to 4 kgs ഇൻ എ മന്ത് നമ്മൾ വെയിറ്റ് കുറച്ചാൽ ഡെഫിനറ്റ്ലി ആഫ്റ്റർ 2 months 2 മാസം കഴിഞ്ഞ് നമുക്ക് മുടി പൊഴിച്ചിൽ ഉണ്ടാക്കും. അത് അതിൻ്റെ ഒരു സ്ട്രെസ്സ് വന്നിട്ട് വരുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ നമുക്കൊരു സ്ട്രെസ്സ് വന്നു കഴിഞ്ഞാൽ, നമുക്ക് നല്ലൊരു സ്ട്രെസ് പീരീഡ് വരുമ്പോൾ ഒരു 1000 മുടിയുടെ ഗ്രോത്ത് അങ്ങ് നിൽക്കും. പക്ഷേ അത് ഉടനെ പോകത്തില്ല. ഒരു 2 months കഴിയുമ്പോഴാണ് ഒത്തിരി ഹെയർ പോകുന്നത്. ഇതാണ് മേജർ കോസ്. ഓക്കെ, പിന്നെ ഉള്ളത് മെഡിക്കൽ പ്രോബ്ലംസ്. മെഡിക്കൽ പ്രോബ്ലംസ് എന്താണെന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ തൈറോയ്ഡ് പ്രോബ്ലം, വൈറ്റമിൻ ഡെഫിഷ്യൻസി. വൈറ്റമിൻ ഡെഫിഷ്യൻസിയിൽ ഏറ്റവും കൂടുതൽ വൈറ്റമിൻ D3 ആണ്. പിന്നെ ഹീമോഗ്ലോബിൻ, രക്തക്കുറവുണ്ടായാലും വരാം, അയൺ കണ്ടൻറ്റ് കുറവുണ്ടായാലും വരാം, തൈറോയ്ഡ് പ്രോബ്ലം ഉണ്ടായിട്ട് വരാം, ഓട്ടോഇമ്യൂൺ ആവാം. ഒത്തിരി കാരണങ്ങളുണ്ട്. ഇതൊക്കെയാണ് സിമ്പിളായിട്ടുള്ള കാരണങ്ങൾ നമ്മുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ബ്ലഡ് ടെസ്റ്റ് ചെയ്യേണ്ടി വരും. ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നമുക്കത് കണ്ടുപിടിച്ച് അത് കറക്റ്റ് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ കംപ്ലീറ്റ് മാറുന്നതാണ്. പലരും പറയുന്നുണ്ട്, ഡോക്ടർ ഇത് നിലനിർത്താൻ അല്ലെങ്കിൽ മുടി പൊഴിച്ചിൽ നിർത്താനായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഒന്ന് ഫുഡ് പ്രോപ്പർ ഡയറ്റ് ആയിരിക്കണം. കാരണം ഹെയറിന് പ്രോട്ടീൻ വേണം. എഗ്ഗ്, മിൽക്ക്, കടല, പയർ, പരിപ്പ്, അതായത് പൾസസ്, മിൽക്ക് പ്രോട്ടീൻസ്, എഗ് പ്രോട്ടീൻസ്, മീറ്റ് പ്രോട്ടീൻസ്. പ്രോട്ടീൻസാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഹെയറിന് വേണ്ടത്. കെരാറ്റിനാണ്, പ്രോട്ടീനാണ് ഇത് വേണം. അതിന് കൂടെ തന്നെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഹൈഡ്രേറ്റ് ചെയ്യണം, വെള്ളം ധാരാളം കുടിക്കുക. ഇതാണ് മേജർ. അപ്പോൾ പ്രോപ്പർ ഒരു ബാലൻസ്ഡ് ഡയറ്റ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ഒരു പരിധി വരെ ഹെയർ ഫോൾ വരാതെയും ഹെയർ ഫോൾ ഉണ്ടെങ്കിൽ അത് നിലനിർത്താൻ സാധിക്കും. രണ്ടാമത്തെ ഇപ്പോൾ മേജർ പ്രോബ്ലം എന്തെന്ന് പറഞ്ഞാൽ യങ്സ്റ്റേഴ്സാണ്. 20 years, 15 years അല്ലെങ്കിൽ 25 years, ഇവർക്കാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. എന്തുകൊണ്ടാണ്? അവരുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചാണ്. പല കുട്ടികളും ഉറങ്ങുന്നത് 3 മണിക്ക് അല്ലെങ്കിൽ 2 മണി, 3 മണി, 4 മണിക്കാണ്. ഈ പീരിയഡ് അത് ഡെയിലി അങ്ങനെ അവർക്ക് ഉറക്കം വരത്തില്ല. ഈ 3 മണിക്ക് ഉറങ്ങിക്കഴിഞ്ഞാൽ രാവിലെ എണീക്കത്തില്ല. രാവിലെ എണീക്കുന്നത് 10 മണി, 11 മണി. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല, അത് പിന്നെ ലഞ്ച് ഇല്ല, ഡിന്നറില്ല. ഇത് ഓവർ എ പീരീഡ് ഓഫ് ടൈം ഇത് സ്ട്രെയിനാണ്. ബോഡിക്ക് സ്ട്രെയിൻ വരുമ്പോൾ ഡെഫിനറ്റ്ലി മുടി പോകും. അപ്പോൾ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടൊരു ലൈഫ് വേണം. ഒരു 6 hours ഗുഡ് സ്ലീപ്പ് വേണം. പ്രോപ്പർ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, നല്ല ഉറക്കം. ഇത് വന്നു കഴിഞ്ഞാൽ
ഡെഫിനറ്റ്ലി ഒരു പരിധി വരെ നമുക്ക് മാറ്റാം. പിന്നെ പ്രോപ്പർ ഹെയർ കെയറിന് ഡെയിലി നമ്മുടെ ക്ലൈമറ്റിൽ ഡെയിലി ഹെഡ് ബാത്ത് വേണം. കാരണം സ്വെറ്റിംഗ് ആണ്, അഴുക്കുണ്ട്, വേർപ്പുണ്ട്, ഇതൊക്കെ ഉണ്ട്. നമുക്കൊരു തണുപ്പ് ക്ലൈമറ്റ് ആയാലും നമുക്ക് കുളിച്ചില്ലെങ്കിൽ പ്രശ്നമില്ല. പക്ഷേ നമുക്ക് നമ്മുടെ ക്ലൈമറ്റിൽ നമ്മൾ ഡെയിലി ഒരു ഹെഡ് ബാത്ത് അല്ലെങ്കിൽ ഹെഡ് ക്ലീനാക്കി വച്ചില്ലെങ്കിൽ ഡാൻഡ്രഫ് വരാനുള്ള സാധ്യതയുണ്ട്, ഹെയർ ഫോൾ വരാനുള്ള സാധ്യത. പ്രോപ്പർ ഹെയർ കെയർ. പിന്നെ ഒത്തിരി ഹാർഷ് ഷാംപൂസ്, കെമിക്കൽസ് ഇതൊക്കെ അവോയ്ഡ് ചെയ്യാം. ഓയിൽ പ്രശ്നമില്ലാത്തതാണ്, ഓയിൽ യൂസ് ചെയ്യാം, കണ്ടീഷണർ യൂസ് ചെയ്യാം, വീക്ക്ലി 2 days ഷാംപൂ യൂസ് ചെയ്യാം. ഇതൊക്കെ പ്രോപ്പർ ഒരു റൂട്ടീൻ ഹെയർ കെയർ സിസ്റ്റമാണ്. അപ്പോൾ പ്രോപ്പർ ഹെയർ കെയർ, പ്രോപ്പർ ഡയറ്റ്, പ്രോപ്പർ സ്ലീപ്പ് ആൻഡ് സ്ട്രെസ്. ഒരു പരിധി വരെ നമുക്കൊരു സ്ട്രെസ് കൺട്രോൾ ചെയ്യണം. കാരണം സ്ട്രെസ് ഇല്ലാത്ത ആരുമില്ല, എല്ലാവർക്കും സ്ട്രെസ് ഉണ്ട്. നമ്മുടെ ലൈഫിൽ എവറിബഡി ഹാവ് സ്ട്രെസ്. പക്ഷേ ഒരു പരിധി വരെ നമുക്ക് സ്ട്രെസ്സും മാറ്റി പ്രോപ്പർ ഡയറ്റും ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഹെയർ ഫോൾ നമുക്ക് മാറ്റാൻ സാധിക്കുന്നതാണ്.